അപ്പൊ നിങ്ങൾ അത് ഇൻഷാ അല്ലാഹ് ഞാൻ കേൾപ്പിക്കാം. മുമ്പ് ആർക്കാണ് ഈ ലൂസ് ഉള്ളത് എന്ന് ഒരു ചെറിയൊരു ഉദാഹരണം, അത് നല്ലതാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പറയാം. ഞാനൊരിക്കലും ഒരു നോട്ടീസ് ഇറക്കേണ്ടി വരും. എന്താ നോട്ടീസ് ഇറക്കേണ്ടി വന്നത്? ഇവര് 1 കോടി രൂപ ഇനാം എന്ന് പറഞ്ഞിട്ട് ഇവര് ഒരു അൽ-ഇസ്ലാഹി മാസികയിലാണെന്ന് ഞാൻ ഓർക്കുന്നു, ഒരു ഇനാം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസ്. അപ്പൊ ഞാന് അതിന് പകരം 10 കോടി രൂപ ഇനാം എന്ന് ഞാൻ ഒരു നോട്ടീസ് എഴുതാൻ വേണ്ടി ഒരു കുട്ടിയോട് ഏൽപ്പിച്ചു. തൃശ്ശൂർ ജില്ലയിലെ ഒരു കുട്ടിയോടാ പറഞ്ഞത്. ആ കുട്ടി പോയിട്ട് 10 കോടി രൂപ ഇനാം എന്ന് പറഞ്ഞ നോട്ടീസ് അറിയിച്ചു. ആ കുട്ടി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ചോടെ എന്റെ പേര് എഴുതിയിട്ട് പറഞ്ഞു പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുമായി ബന്ധപ്പെടുക. അപ്പോ പല ആളുകളും എന്നോട് നിങ്ങൾക്ക് 10 കോടി റുപ്യ എവിടുന്നാണ്? ഞാൻ പറഞ്ഞു അതിന്റെ മറുപടി കിട്ടുമ്പോ അല്ലെങ്കിൽ തരൂ. അതിന്റെ മറുപടി മുജാഹിദുകൾ കൊണ്ടുവന്ന അപ്പം അള്ളാഹു തനിക്കും തരൂ, നിങ്ങൾ പേടിക്കണ്ട. അങ്ങനെ അവരെന്ത് ചെയ്തു? ഈ 10 കോടി രൂപ ഇനാം എന്നുള്ള നോട്ടീസ് ഇറങ്ങിയപ്പോ മുജാഹിദുകൾക്കൊന്നും ചെയ്യാൻ കഴിയാതെ കുടുങ്ങിപ്പോയി. അപ്പൊ അവരതിന് ഒന്ന് തൽക്കാലം മുജാഹിദുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മുജാഹിദിന്റെ അൽ-ഇസ്ലാഹിന്റെ ഓഫീസിൽ നിന്ന് ഇസ്ലാഹി പബ്ലിക്കേഷൻസ് എടരിക്കോട് നിന്ന് എനിക്കൊരു കത്തയച്ചു. ആ കത്ത് നിങ്ങൾക്ക് കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതി നിങ്ങളൊന്ന് നോക്കുക. സാധാരണ ഖുർആനിൽ എഴുതിയ പോലെയാണോ ഇപ്പൊ തന്നെ നോക്കിയച്ചോളൂ. സാധാരണ ബിസ്മി എഴുതുമ്പോൾ ബാ ഇങ്ങനെ നീട്ടിയിട്ടാണ് എഴുതുക. അതെല്ലാ കിതാബിലും തുകിലത്തിൽ ബാ എന്ന് വേണ്ടി കിതാബൊക്കെ പറയും. ആ ബിസ്മി ഒന്ന് നോക്കിക്കോളൂ, കാരണം തുടക്കം തന്നെ തല പോയിട്ടാണ്. അങ്ങനെ ബിസ്മി, അതിന്റെ ശേഷം അസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ, എനിക്ക് സലാം ചൊല്ലിയതാണ്. അസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മുശ്രിക്കുകൾക്കൊക്കെ കത്തയക്കുമ്പോ വെക്കുന്ന ഒരു ശൈലിയാണ് അസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ. അതിന്റെ ശേഷം പിന്നെ അത് എന്നെ ഒന്ന് ബഹുമാനിച്ചതാണ്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അവരുകൾ, പ്രിയരെ, എന്നോട് ഭയങ്കര സ്നേഹമാണ്. പ്രിയരെ, താങ്കളുടെ പേര് വെച്ചുകൊണ്ട് ഒരു നോട്ടീസ് കയറ്റി 10 കോടി രൂപ ഇനാം എന്ന തലക്കെട്ടിൽ 5 ചോദ്യങ്ങളാണുള്ളത്. അവയും അവർക്കുള്ള ഉത്തരങ്ങളും താഴെ കൊടുക്കുന്നു. നോട്ടീസിൽ പറഞ്ഞ ഇനാമോ മറുപടിയോ പ്രതീക്ഷിക്കുന്നു. രണ്ടിലൊന്നും കൊടുത്താൽ 1, തറാവീഹ് 8 റക്അത്താണെന്നതിന് ആധികാരികമായ എന്തെങ്കിലും തെളിവ് നൽകിയാൽ ഞാൻ 10 കോടി രൂപ കൊടുക്കാന്നാ പറഞ്ഞു. അത് ഇപ്പം കൊടുക്കും കേട്ടോ, മുജാഹിദീങ്ങൾ തയ്യാറുണ്ടെങ്കിൽ. അപ്പൊ അതിന്റെ മറുപടി അവരെഴുതാൻ. മറുപടി 1, അൻ അബീ സലമത്ത് ബിൻ അബ്ദുറഹ്മാൻ അന്നഹു സഅല ആയിഷ കൈഫ കാനത്ത് സലാത്ത് റസൂലില്ലാഹി ഫീ റമദാന ഫഖാലത്ത് മാ കാന യസീദു ഫീ റമദാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ സഹീഹ് ബുഖാരി. മറുപടി 2, അൻ ആയിഷ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി മിനൽ ലൈലി 13 റക്അത്തൻ മിൻഹൽ മിത്റു റക്അത്തുൽ ഫജ്ർ സഹീഹ് ബുഖാരി ബാബ് ഖിയാമിൻ നബി ഫീ റമദാന വഗൈരിഹി. ഇതാണ് അതിന് മറുപടി. അപ്പൊ ഇതിനൊരു മറുപടി കൊടുക്കണം. അപ്പൊ നമ്മുടെ സിറാജുൽ ഹുദയുടെ ഓഫീസിൽ നിന്ന് അബ്ദു ഒരു മറുപടി എഴുതിയിട്ട് അതിന് അങ്ങോട്ട് അയച്ചു. അബ്ദുവിന്റെ മറുപടി കുറ്റ്യാടി 5/9/96 സഹതാപത്തിന് അർഹരായവരെ. മറുപടിയിൽ അങ്ങോട്ടുള്ള ഹെഡിങ് ആണ്. നിങ്ങൾ പേരോട് ഉസ്താദിന് എഴുതിയ കത്ത് കിട്ടി, മറുപടിക്ക് ഉസ്താദ് ആവശ്യമില്ലാത്തതിനാൽ ഓഫീസിൽ നിന്ന് അബ്ദുവാണ് എഴുതുന്നത്. മാറ്റിമറിക്കാതെ ഒരക്ഷരം വിട്ടുപോകാതെ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ സന്തോഷം, തിരിമറി നടത്തരുത്. 1, കത്തിൽ നിങ്ങൾ തെറ്റായ രൂപത്തിലാണ് ബിസ്മി എഴുതിയിട്ടുള്ളത്. അത് ശരിയാണെന്ന് തെളിയിച്ചാൽ 10 കോടി ഇനാം. 2, കത്തിൽ അസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ എന്നാണ് സലാം എഴുതിയിട്ടുള്ളത്. മുസ്ലിം പണ്ഡിതന്മാർക്ക് ഇങ്ങനെയാണ് സലാം പറയേണ്ടത് എന്ന് തെളിയിച്ചാൽ 10 കോടി ഇനാം. 3, നിങ്ങൾ കത്തിന്റെ ആദ്യത്തിൽ പ്രിയരെ എന്ന് എഴുതി കണ്ടു, ഇത് കാപട്യമാണ്. നിങ്ങൾക്ക് ഒരു പ്രിയവും പേരോട് ഉസ്താദിനോട് ഇല്ലെന്നത് വെളിവുള്ളവർക്ക് അറിയാം. പ്രിയമുണ്ടെന്ന് തെളിയിച്ചാൽ 10 കോടി ഇനാം. 4, നിങ്ങൾ ഈ കത്തിൽ ലഘുലേഖയുടെ മറുപടി എഴുതിയെന്ന് കാണിച്ചതും കളവാണ്. ഇവകൾ ഉത്തരമാണെന്ന് തെളിയിച്ചാൽ 10 കോടി ഇനാം. 5,
തറാവീഹ് 8 ആണെന്നതിന് തെളിവായി ഉദ്ധരിച്ച ഹദീസിൽ 8 എന്ന് അർത്ഥം വരുന്ന സമാനിയ എന്ന വാചകം തന്നെ ഇല്ല. 11 എന്നതിന് 8 എന്നും സലാത്തു റസൂലില്ലാഹി എന്നതിന് തറാവീഹ് എന്നും അർത്ഥം പറയേണ്ടതാണെന്ന് വല്ല നിഘണ്ടുവിലും കാണിച്ചാൽ 10 കോടി ഇനാം. അതിന് മുജാഹിദീങ്ങൾ ഇങ്ങോട്ടൊരു മറുപടി എഴുതി. അതാ രസം. ലൂസ് മനസ്സിലാകാൻ വേണ്ടിയായിരുന്നു വായിക്കുന്നത്. അതിന് മറുപടി എഴുതി മുജാഹിദീങ്ങൾ ഇങ്ങോട്ട്. കേട്ടോളെ, ബിസ്മി പണ്ടത്തെ പോലെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 14/4/96 സ്നേഹപൂർവ്വം പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പേര് വെച്ച് അടിച്ചിറക്കിയ നോട്ടീസ്, പേരോടിന് അയച്ചു കൊടുത്ത കത്ത്, മറുപടിക്ക് പ്രതികരണമെന്നോണം താങ്കൾ അയച്ച കത്ത് ഇന്നിവിടെ കിട്ടി. മറുപടിക്ക് ഉസ്താദ് ആവശ്യമില്ലാത്തതിനാൽ ഓഫീസിൽ നിന്നും അദ്വാണ് എഴുതുന്നത് എന്ന മുഖവരിയോടെയാണ് താങ്കളുടെ കത്ത് ആരംഭിക്കുന്നത്. ഓഫീസ് സീലോ ലെറ്റർ പേഡോ ഉപയോഗിക്കാതെയുള്ള പ്രസ്തുത കത്തിന് യാതൊരു ആധികാരികതയും കൽപ്പിക്കാനാവില്ല എന്നതിനാലും പേരോടിന്റെ നോട്ടീസും കുറെ കൂടി വിശദാംശങ്ങളോടെ അതിന്റെ മറുപടിയും സെപ്റ്റംബറിലക്കം അൽ-ഇസ്ലാഹ് മാസികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നതിനാലും താങ്കൾ അയച്ചു തന്ന കത്ത് പ്രസിദ്ധീകരിക്കാൻ പ്രയാസമുണ്ട്. അവരെ അയച്ച മറുപടി പ്രസിദ്ധീകരിക്കാതായി പറഞ്ഞത് അത് പ്രസിദ്ധീകരിക്കാൻ പ്രയാസമുണ്ട്. പകരം സെപ്റ്റംബറിലക്കം അൽ-ഇസ്ലാഹിലെ പ്രസ്തുത പങ്ക്തിക്ക് മറുപടി ആധികാരികത. ഇനി ബ്രാക്കറ്റിൽ വായിച്ചോളി. ഓഫീസിൽ നിന്നെങ്കിൽ സീറോ ലെറ്റർ പേഡോ ഉപയോഗിച്ചുകൊണ്ട്, വ്യക്തിപരമെങ്കിൽ പൂർണ്ണ വിലാസവും ഒപ്പും കാണിച്ചുകൊണ്ട് 10 ദിവസത്തിനുള്ളിൽ 29/9/96 ഓഫീസിൽ കിട്ടത്തക്ക വിധം അയച്ചു തന്നാൽ ഒക്ടോബർ ലക്കത്തിനും വൈകിയാൽ മറ്റേതെങ്കിലും ലക്കത്തിനും പ്രസിദ്ധീകരിക്കാവുന്നതാണ്. സ്നേഹപൂർവ്വം ഫോർ അൽ-ഇസ്ലാഹ് പബ്ലിക്കേഷൻസ് മാനേജർ. അള്ളാഹു താങ്കൾക്കും ഉസ്താദുമാർക്കും ഹിദായത്ത് നൽകുമാറാകട്ടെ. ഒരു ദുആ. ഇനി നിങ്ങൾ എനിക്ക് മനസ്സിലാക്കേണ്ടതെന്നറിയോ, ഇത് ഈ കവറിലാണ് വരുന്നത്. ഇതിപ്പോ പറഞ്ഞ എന്താ, ഇത് പ്രസിദ്ധീകരിക്കണമെങ്കിൽ എന്താ വേണ്ടത്? വ്യക്തിപരമായിട്ട് ഈ അബ്ദു അയച്ച കത്ത് പ്രസിദ്ധീകരിക്കണമെങ്കിൽ എന്താ വേണ്ടത്? അയാൾ അഡ്രസ് കിട്ടണോ? അഡ്രസ് കിട്ടണോന്ന് എഴുതുന്നത് എന്തിനാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങോട്ട് അഡ്രസ് കത്തയക്കാൻ നിങ്ങൾ അഡ്രസ് അയച്ചു തരണോ? നിങ്ങൾക്ക് മനസ്സിലാവും. ലൂസ് മനസ്സിലാണെങ്കിൽ കുറച്ച് പണിയും പോയി.